എല്ലാ വാർത്തകളും ദില്ലി കേന്ദ്രീകരിച്ചാണ്, ദേശീയ തലത്തിൽ നിന്നാണ്, ദില്ലിയിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇതേ ഘട്ടത്തിൽ ബി ജെ പി സർക്കാരിൻ്റെ ഫാസിസ്റ്റ് നയത്തെ ചെറുത്തു തന്നെ മുന്നോട്ട് പോകും, NDA സർക്കാരിൻ്റെ ആ നയങ്ങളെ ചെറുത്തു തന്നെ മുന്നോട്ട് പോകുമെന്ന തീരുമാനം ഇന്നലെ സ്വീകരിച്ചു. കൂട്ടായ തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോകും. അപ്പോൾ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ആരാണ് പാർലമെൻറ്റിൽ ആ പ്രതിപക്ഷത്തെ, ഇന്ത്യ മുന്നണിയെ നയിക്കുക? രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തെ നയിക്കും എന്ന ഒരു വാർത്ത വരുന്നുണ്ട്. ഇന്ത്യ മുന്നണി യോഗത്തിൽ അന്തിമ തീരുമാനം വരുമെന്നും പറയുന്നു. സിബി, അത്തരമൊരു വാർത്ത, അത്തരമൊരു സാധ്യത കൂടുതലായി ശക്തി പ്രാപിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരമൊരു ചർച്ച ദില്ലിയിൽ നടക്കുന്നുണ്ടോ? തീർച്ചയായും ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗവും ഇന്ത്യ മുന്നണിയുമാണ് എടുക്കേണ്ടത്. എന്തായാലും രാഹുൽ ഗാന്ധി എന്ന ഒറ്റയാളുടെ പേരാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നു കേൾക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അത് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം അടുത്ത ദിവസം ചേർന്ന് രാഹുൽ ഗാന്ധിയുടെ പേര് തന്നെ ഉയർന്നു വരുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അതിന് തയ്യാറല്ലെങ്കിൽ KC വേണുഗോപാൽ അടക്കം പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. അത്തരം ചർച്ചകൾക്കെല്ലാം തന്നെയും ഇപ്പോൾ ദില്ലിയിൽ ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗമാണ്. വരും ദിവസങ്ങളിൽ ഇന്ന് എന്താണ് പ്രവർത്തക സമിതി യോഗം എന്നുള്ള കാര്യം ഇന്ന് പ്രഖ്യാപിച്ചും അതിനുശേഷമായിരിക്കും ആ കാര്യത്തിൽ. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, പതിവ് പോലെ തന്നെ ആ പദവി ഏറ്റെടുക്കാൻ രാഹുൽ വിസമ്മതിക്കുമോ എന്നുള്ളതാണ്. കോൺഗ്രസ് ആ തീരുമാനത്തിലേക്ക് എത്തുമോ? രാഹുൽ തന്നെ ലോക്സഭയിൽ കോൺഗ്രസിനെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയെയും നയിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് പോകുമോ? മറ്റ് ഘടകകക്ഷികളിൽ നിന്ന് അത്തരമൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന സൂചനകളാണ് ദില്ലി വാർത്തകളിൽ കാണുന്നത്. അല്ലാത്ത പക്ഷം നേരത്തെ അധീർ രഞ്ജൻ ചൗധരിയെ കഴിഞ്ഞ തവണ കൊണ്ടുവന്നുപോലെ അദ്ദേഹം ഇത്തവണ പരാജയപ്പെട്ടു പോയി, മറ്റാളുകളിലേക്ക്, മറ്റു പകരക്കാരിലേക്ക് പോകുമോ എന്നുള്ളതാണ്. അവിടെയാണ് KC വേണുഗോപാലിനെ പോലെയൊക്കെയുള്ള നേതാക്കളുടെ പേര് ഉയർന്നു വരുന്നത്. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഉയരുന്ന ഒരു പൊതുവികാരം രാഹുൽ ഗാന്ധി തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം പതിവ് പോലെ രാഹുൽ ഗാന്ധി ഒഴിയുമോ, ഏറ്റെടുക്കുമോ? കാത്തിരുന്ന് അറിയേണ്ട മറ്റൊരു വിവരം അതുകൂടിയാണ്.